എല്ലാവർക്കും അറിയായിരിക്കും അസ്ലാം മാർലിയുടെ റീസെൻ്റ്ലി ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ കമൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ആ കുട്ടി ഇതെങ്ങനെ സഹിക്കണാണാവോ? കാരണം അത്ര മോശം കമൻസാണ്. അകിടി വീർത്ത പശു എന്തിട്ടൊക്കെ പറയണേ. നമ്മളും ഈ അമ്മമാരുടെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയല്ലേ വന്നിക്കണേ, പാല് കുടിച്ച് വന്നിട്ട് തന്നെയാണ് വളർന്നിട്ടുള്ളത്. എന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നണതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, കുറേ പേര് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞവരെ സപ്പോർട്ട് ചെയ്യണ കുറേ പേര്, അതാണ് ഏറ്റവും വിഷമിക്കുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കുറേ പേര് അതിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ എങ്ങനെയാണ് പറ്റണതെന്ന് പോലും അറിയില്ല. ആക്ച്വലി അപ്പം നമ്മൾ ചിലരിടത്ത് സംസാരിക്കുമ്പോൾ അവർ പറയും, ഓ എൻ്റെ ഭാര്യ ഇങ്ങനെയല്ല, എൻ്റെ അമ്മ അങ്ങനെയല്ല, എൻ്റെ പെങ്ങൾ അങ്ങനെയല്ല. ആക്ച്വലി എല്ലാവരുടെ ബോഡിയും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. ചിലവർക്ക് ബ്രസ്റ്റ് നന്നായിട്ടുണ്ടാവും പാല് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക്, ചിലവർക്ക് ഒട്ടും ഉണ്ടാവില്ല. ഞാൻ 2 പ്രസവിച്ചതാണ്. എനിക്ക് നന്നായിട്ട് ബ്രസ്റ്റിന് വലിപ്പമായിരുന്നു ഈ പാൽ കൊടുക്കുന്ന സമയത്തൊക്കെ. ആൾക്കാർ പലതും പറയും. അത് പോരാണ്ട് ഓരോ നോട്ടങ്ങൾ, അതിൻ്റെ ഇടയിൽ ഉറക്കില്ലായ്മ, സ്ട്രെസ്സ്, അതൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഓരോ വ്യത്യാസം ബോഡിയിൽ വരാനുള്ള കാരണങ്ങൾ പല കാരണങ്ങളുണ്ടാവും. അതൊന്നും മനസ്സിലാക്കാണ്ട് വെറുതെ വന്നിരുന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചിലവർ പറയും, ഞങ്ങളുടെ പൈസയ്ക്ക് നെറ്റ് കയറ്റണതല്ല, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കമൻറ്റ് ഇടാം. ഇട്ടോ, നിങ്ങൾ കമൻറ്റ് ഇട്ടോ. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനെന്നൊരു പരിഗണനയെങ്കിലും കൊടുത്തൂടെ? അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യനാണ്, ആ ഒരു പരിഗണന. ഒന്നില്ലെങ്കിലും ഒരു അമ്മയാണ് ഇപ്പം ആള്, ആ ഒരു പരിഗണനയെങ്കിലും കൊടുത്തൂടെ? നിങ്ങളും ഒരു അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയല്ലേ വന്നിക്കണേ എൻ്റെ സഹോദര, അല്ലെങ്കിൽ പൊന്നു സഹോദരികളെ. ഞാൻ എല്ലാവരും അല്ല പറയണേ, കുറേ പേര് അസ്ലമാലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർ തരം താഴ്ന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണേ ഇല്ല. ഇവർക്കൊന്നും മനസ്സിലാവണില്ലേ? എനിക്കറിയില്ല. ഇനി അത് ആക്ച്വലി എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, സ്വന്തം വീട്ടിൽ നിന്നാണ് ഇതൊക്കെ നമുക്ക് അറിയണ്ടേ. ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഈ വിവരം സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ആക്ച്വലി സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല, അതറിയില്ല എന്താണെന്ന് വെച്ച്. അതാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം. ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബോയും ഗേളും തമ്മിൽ ഫിസിക്കലായിട്ടുള്ള റിലേഷൻസ്, അത് മാത്രമല്ല നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ്, അങ്ങനെ പലതരത്തിലുള്ളതും അതിൽ പെടുന്നുണ്ട്. ചിലർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കേൾക്കുമ്പോൾ തന്നെ അവർ വേറെ എന്തൊക്കെയാണ് ചിന്തിക്കണേ. ഇനിയിപ്പോൾ അങ്ങനെ ഈ ഞരമ്പന്മാർക്കും ഞരമ്പികൾക്കും ഒരു ദിവസം പോലും ഇങ്ങനത്തെ കമൻ്റൊക്കെ ഇടാണ്ട് ഉറക്കം വരുന്നില്ലെങ്കിലേ, ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്ന ധാരാളം വേറെ ആൾക്കാരുണ്ട്. അവരുടെ അടിയിൽ പോയിട്ട് ഇങ്ങനത്തെ കമൻ്റൊക്കെ ഇട്ടോ. എന്തിനാണ് ഈ മര്യാദയ്ക്കൊക്കെ വീഡിയോ ചെയ്യണത്? ആൾക്കാരുടെ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ കമൻ്റൊക്കെ ഇടുന്നത് നാണില്ലല്ലോ.